ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് മനോരമ ആകാശിനെയും പ്രീതിയെയും നിരീക്ഷിക്കാനായിട്ട് റൂമിന് വെളിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. എന്നാ നമ്മുടെ ശ്രുതി ഭക്ഷണം കഴിച്ച് പാത്രവുമായിട്ട് അടുക്കളയിലോട്ട് വരുന്നുണ്ട്. പ്രീതിയും ആകാശവും ആണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാൽ സംസാരങ്ങളൊന്നും മനോരമ കേൾക്കുന്നില്ല. ഇവരുറങ്ങിയോ? ഇവർ സംസാരിക്കുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തലയിലൂടെ പുതപ്പൊക്കെ ഇട്ടാണ് ഡോറിന് വെളിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. പ്രീതിയാണെങ്കിൽ ഒരു നിഴല് കാണുന്നുണ്ട്. ഇത് കണ്ട് ആകാശിന്റെ അടുത്ത് പറയുന്നുണ്ട്, കള്ളനാണെന്ന് ഉറപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് ശ്രുതിയും മനോരമയെ കാണുന്നത്. ശ്രുതി കള്ളനാണെന്ന് കരുതിയിട്ട് അശ്വിനെ വിളിക്കാനായിട്ട് റൂമിലോട്ട് ഓടുന്നുണ്ട്. അശ്വിൻ സാറേ, ഒന്ന് വന്നേ, അവിടെ ഒരു കള്ളൻ. കള്ളനോ? ആ കള്ളൻ, കൈയോടെ പിടിച്ച് 4 കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അശ്വിനെ കൂട്ടി പോകുന്നുണ്ട്. പ്രീതി ആകാശമാണെങ്കിൽ ഡോറ് തുറന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, ഇവിടെ ആരോ നിന്നിരുന്നു, നമ്മുടെ വീടിനുള്ളിലേ കള്ളൻ കയറിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെ കള്ളനെ അടിക്കാനായിട്ടുള്ള വടിയൊക്കെ എടുത്ത് ശ്രുതി വരുന്നുണ്ട്. അത് അശ്വിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ശ്രുതിയുടെ കയ്യിലും വടിയൊക്കെ കാണും കേട്ടോ. ഇപ്പൊ ഇവിടെ നിന്നായിരുന്നു, ഇപ്പൊ കാണുന്നില്ലല്ലോ. എന്തായാലും വീട് വിട്ട് പോയിട്ടില്ല, അത് ഉറപ്പാ. അങ്ങനെ ഓരോരുത്തരായിട്ട് തെരയാനായിട്ട് ഇറങ്ങുന്നുണ്ട്. മനോരമയാണെങ്കിൽ ആകെ പെട്ട് നിൽക്കുമായിരിക്കും. എന്തായാലും മുൻപിൽ ചെന്ന് പെട്ടാലേ എല്ലാവർക്കും കള്ളക്കളികൾ പിടികിട്ടും. അതുകൊണ്ട് ഒളിഞ്ഞു നിൽക്കുക. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്യാം വരുന്നുണ്ട്. ശ്യാം മനോരമയെ തട്ടി വിളിക്കുന്നുണ്ട്. എന്താ ആൻറ്റി, ആൻറ്റി എന്തേ കാണിക്കുന്നേ? എടാ, ഞാൻ ആകാശിന്റെ റൂമിലൊന്ന് നോക്കാനായിട്ട് പോയതാ. ഇപ്പം ഞാൻ കള്ളനാണെന്ന് കരുതിയിട്ട് എൻ്റെ പുറകെയാ അവർ വരുന്നത്. ഇതുപോലെ പൊട്ടത്തരങ്ങൾ ചെയ്യാനേ ആരും പറഞ്ഞിട്ടില്ലല്ലോ. രണ്ടുപേരും കൂടെ നല്ല സംസാരത്തിലായിരിക്കും. എന്നാ അങ്ങോട്ടേക്ക് പ്രീതിയും ശ്രുതിയും വരുന്നുണ്ട്. നല്ല കണക്കിന് അടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ രണ്ടുപേരും കൂടെ ഒരു പുതപ്പിനുള്ളിൽ അങ്ങ് ഓടുന്നുണ്ട്. ശ്രുതിയും പ്രീതിയും കള്ളനെ കിട്ടിയെന്ന് ഓർക്ക പറയാ. ഇത് കേട്ട് ആകാശും അശ്വിനും കൂടെ വന്ന് നല്ല കണക്കിന് അടി വെച്ച് കൊടുക്കുന്നുണ്ട്. പുറത്ത് നടക്കുന്ന ബഹളമൊക്കെ കേട്ട് മുത്തശ്ശിയും അഞ്ജലിയൊക്കെ പുറത്തോട്ട് വരിക. ആ സമയത്ത് അവരങ്ങ് ഓടി രക്ഷപ്പെടുന്നുണ്ട്. കുഞ്ഞ, എന്താടാ, എന്താ ബഹളം? ചേച്ചി, ചേച്ചി ഉള്ളിലോട്ട് പോക്കോ, അത് 2 കള്ളന്മാരാ. അങ്ങനെ എല്ലാവരും കൂടെ ഉള്ളിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഒരു ദിവസമാ സെക്യൂരിറ്റി ലീവ് ആയിരിക്കുന്നേ. ആ സമയം നോക്കി തന്നെ ഉള്ളിലോട്ട് കള്ളൻ കയറിയല്ലോ. കുഞ്ഞ, നീ CCTV നോക്ക്. CCTVയിൽ ആളുടെ മുഖം പതിഞ്ഞോ എന്ന് നീ ഒന്ന് നോക്ക് എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട്. ഇവിടെ ഇത്രയും വലിയ ബഹളം നടന്നിട്ട് ശ്യാമേട്ടനും അതുപോലെ മനോരമേന്റെയും എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴായിരിക്കും കയ്യും കാലൊക്കെ ഒഴിഞ്ഞ് അവർ രണ്ടുപേരും വരുന്നത്. ഇത് കാണുന്നതും നമ്മുടെ ശ്രുതിക്കും പ്രീതിക്കും കാര്യം മനസ്സിലാവുന്നുണ്ട്. അടി കിട്ടിയിരിക്കുന്നതേ ഇവർക്ക് രണ്ടുപേർക്കും ആണെന്ന്. അല്ല, നിങ്ങൾക്ക് എന്താ പറ്റിയേ? ഒന്നും പറയണ്ട, ബഹളം കേട്ടേ ഞങ്ങളും കള്ളനെ പിടിക്കാനായിട്ട് വന്നതാ. ആ സമയത്ത് അവര് ഞങ്ങളെ തല്ലിച്ചയച്ച് ഓടിപ്പോയി. അയ്യോ ശ്യാമേട്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്യാമേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ. അഞ്ജലി, എനിക്ക് നല്ല വേദനയുണ്ട്. മോളെ അഞ്ജലി, നീയേ ഒന്ന് ചൂട് പിടിപ്പിക്ക്, എന്നാ ശ്യാമിന്റെ വേദനയൊക്കെ മാറും. അങ്ങനെ ശ്യാമിനെ കൂട്ടി അഞ്ജലി ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് മനോരമയ്ക്കും വല്ലാത്ത വേദനയായിരിക്കും. മനോരമയുടെ ശ്രുതി പോയി പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട്, അല്ല ആൻറ്റി, ആൻറ്റിക്ക് ഞാൻ ചൂട് പിടിച്ചു തരട്ടെ, നീ ഒന്ന് പോകുന്നുണ്ടോ? ഷോ, ഏത് സമയത്താ എനിക്ക് ബുദ്ധി തോന്നിയത്? അയ്യോ, എൻ്റെ കാലും കൈയൊക്കെ വേദനിച്ചിട്ട് വയ്യ. എന്തടിയാ ഇവരുമാരൊക്കെ അടിച്ചത് എന്നൊക്കെ പറഞ്ഞ് മനോരമ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. രാവിലെ തന്നെ മനോരമയുടെ മനസ്സിൽ പ്രീതിക്ക് ഗർഭമുണ്ടോ, പ്രീതി ഒരു അമ്മയാവാൻ പോവുകയാണോ എന്നുള്ള സത്യം തിരിച്ചറിയണം എന്ന് തന്നെയായിരിക്കും. ഇനി ഗർഭിണിയായിട്ട് അത് എൻ്റെ അടുത്ത് മറച്ചു വെച്ചിരിക്കുകയാണോ എന്നൊക്കെയായിരിക്കും മനോരമയുടെ സംശയം. അത് തീർക്കാനായിട്ട് മനോരമയുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നാടി നോക്കി ഗർഭം തിരിച്ചറിയുന്ന ആരെയെങ്കിലും നീ കൂട്ടി എൻ്റെ വീട്ടിലോട്ട് വരണം എന്ന് പറയുന്നു. ഇത് കേട്ട പ്രകാരം ഫ്രണ്ട് ഒരാളെ കൂട്ടി വീട്ടിലോട്ട് വരുന്നുണ്ട്. മനോരമയ്ക്കാണെങ്കിൽ കൈയും കാലും വല്ലാത്ത വേദനയായിരിക്കും. കൈയും കാലും ഒഴിഞ്ഞിരിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും അവർ വരുന്നത്. അല്ല മനോരമേ, നിനക്കെന്താ തീരെ വയ്യേ? ഒന്നും പറയണ്ട. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഞാൻ ആളെ കൊണ്ടാ വന്നിരിക്കുന്നേ. എന്താ കാര്യം? ഇവിടെ ആർക്കെങ്കിലും വിശേഷമുണ്ടോ? അത് നോക്കാൻ തന്നെയാ ഞാൻ നിന്നോട് അവരെ കൂട്ടി വരാനായിട്ട് പറഞ്ഞത്. ഇതാണ് ആള്. എന്തായാലും എൻ്റെ മരുമകൾക്ക് ഗർഭമുണ്ടോ എന്ന് അറിയണം. അതൊക്കെ പണ്ടല്ലേ, നാടി നോക്കി ഗർഭമുണ്ടോ എന്നൊക്കെ നോക്കുക. ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞ ജോലി നിങ്ങൾ ചെയ്താൽ മതി, അതിന് പ്രതിഫലം നിങ്ങൾക്ക് തന്നിരിക്കും. എങ്ങനെയെങ്കിലും അവളുടെ കൈ പിടിച്ച് നോക്കണം എന്നായിരിക്കും മനോരമ പറയുന്നത്. അങ്ങനെ പ്രീതിയെ വിളിക്കുന്നുണ്ട്. പ്രീതി അങ്ങനെ വരുന്നു.
പ്രീതിയോട് സംസാരിക്കുകയാണ് വന്നവരൊക്കെ. മോളെന്തായാലും ഇവിടെ ഇരിക്കെ, ഞങ്ങൾ കുറച്ചു നേരം സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവളെ പിടിച്ചിരുത്തുവാണ്. അതിനുശേഷം കൈ പിടിക്കുന്നുണ്ട്. ഒരുപാട് നേരം കൈയൊക്കെ പിടിച്ച് നാടി നോക്കുകയാണ്. അങ്ങനെ കാര്യമൊക്കെ പിടികിട്ടുന്നുണ്ട്. അതിനുശേഷം പ്രീതിയോട് മനോരമ തന്നെ പറയുന്നുണ്ട്, നീ ഇവർക്കേ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ എന്നും പറഞ്ഞ് പ്രീതിയെ പറഞ്ഞു വിടുന്നു. എന്നിട്ട് ആകാംക്ഷയോടെ മനോരമ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ നോക്കിയോ, എന്താ അവൾക്ക് വിശേഷമുണ്ടോ? നിങ്ങൾ വിചാരിച്ച പോലെ തന്നെയാ കാര്യം, അവൾക്കേ വിശേഷമുണ്ട്. പ്രീതി ഗർഭിണിയാ എന്ന് പറയാ. ഇത് കേൾക്കുന്നതും മനോരമ അങ്ങ് ഞെട്ടുന്നുണ്ട്. അപ്പോൾ സത്യമാണല്ലേ, അവളെല്ലാം മറച്ചു വെക്കാണല്ലേ എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തിലാണ് മനോരമ നിൽക്കുന്നത്. അങ്ങനെ പ്രീതിയുടെ അടുത്തോട്ട് മനോരമ അങ്ങ് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് പ്രീതി അടുക്കള ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയായിരിക്കും. പ്രീതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്നെ പറഞ്ഞ് പറ്റിക്കുകയാണോ? ആൻറ്റി ആൻറ്റി എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നീയേ ഒരുപാട് അങ്ങ് അഭിനയിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇത് കേട്ട് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട്. എന്താ ചേച്ചി, എന്താ കാര്യം? അറിയില്ല മോളെ, എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ മറച്ചു വെക്കുന്നതെല്ലാം എല്ലാവരോടും തുറന്നു പറയേ. ഞാനൊന്നും മറച്ചു വെക്കുന്നില്ലല്ലോ ആൻറ്റി. ആൻറ്റി എന്താ പറഞ്ഞു വരുന്നേ? അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എല്ലാവരും വരുന്നുണ്ട്. അശ്വിനും ആകാശും എല്ലാവരും അങ്ങോട്ട് വരികയാണ്. മനോരമേ, നീ എന്തിനാ പ്രീതിയോട് ദേഷ്യപ്പെടുന്നേ? അവളെല്ലാവരുടെ അടുത്തും മറച്ചു വെച്ച കാര്യം ചോദിക്കുകയായിരുന്നു. ഇവളെ ഗർഭിണിയാ? ഗർഭിണിയോ? അപ്പോ ഒരു കുഞ്ഞുവാവ കൂടെ നമ്മുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടി പോവാ അല്ലേ പ്രീതി എന്ന് അഞ്ജലി ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു മുത്തശ്ശനാവാൻ പോവാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സന്തോഷത്തിലാണ് നിൽക്കുന്നുണ്ടായിരിക്കാം. എന്നാ പ്രീതി പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഗർഭിണിയൊന്നുമല്ല. എന്തൊക്കെയാ അമ്മയെ പറയുന്നേ? ഞാൻ അമ്മയോട് പറഞ്ഞോ ഞാൻ ഗർഭിണിയാണെന്ന്? അങ്ങനെയൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പ്രീതി പറയുന്നു. ഇത് കേട്ട് മനോരമ പറയുന്നുണ്ട്, മതിയടി, നീ വല്ലാതെ അങ്ങ് അഭിനയിക്കണ്ട. നിന്റെ അഭിനയമൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. അല്ല മനോരമേ, നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഇത് നല്ല കാര്യമല്ലേ? മോളോട് എങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്താ? ആ കുട്ടി ഇങ്ങോട്ടേ കല്യാണം കഴിച്ച് വന്നതാ, നമ്മുടെ മരുമകളാ. അതുകൊണ്ടേ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടെന്ന് സംസാരിക്കല്ലേ എന്നൊക്കെ മോഹനം പറയുന്നു. പിന്നെ ആരോടും പറയാതെ ഒളിപ്പിച്ചു വെക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയണ്ടേ? അല്ല നീ എങ്ങനെ മോള് ഗർഭിണിയാണെന്ന് അറിഞ്ഞേ? അത് ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഛർദിയും തലചുറ്റിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവളാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോയി. ആ സമയത്ത് ഇവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കത് വിശ്വാസമല്ലായിരുന്നു. നാടി നോക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ വിളിച്ചു വരുത്തി. ഇവളറിയാതെ ഇവളെ കൈ പിടിച്ച് നോക്കിയപ്പോൾ അവർ തന്നെയാ പറഞ്ഞത് ഇവള് പ്രഗ്നൻ്റ് ആണെന്ന്. എന്താ മനോരമേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ആ കുട്ടി ഗർഭിണിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഇവിടെ എന്തൊക്കെ വഴികളുണ്ട് നോക്കാൻ. നീ എന്തിനാ ഇത്രയും ചീപ്പായിട്ടുള്ള രീതിയിലൊക്കെ ഓരോന്ന് ചെയ്യുന്നേ? ഞാനങ്ങനെ ചെയ്തോണ്ടല്ലേ ഇവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞത്, അല്ലെങ്കിൽ ഇവളെല്ലാം ഒളിപ്പിച്ചു വെക്കില്ലേ? ഓ ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ ഗർഭിണിയല്ല എന്ന് എത്ര തവണയാ പറയുന്നേ? ആകാശ് എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയെന്നല്ലാതെ ഞങ്ങളിടയിൽ അങ്ങനെ ഒരു ബന്ധം നടന്നിട്ടില്ല. ഞങ്ങൾ ഇതുവരെ ജീവിതം തുടങ്ങിയിട്ട് പോലുമില്ല. ഇതങ്ങ് അറിയാതെ പ്രീതിയുടെ വായിന്ന് വരുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. അശ്വനാണെങ്കിൽ ആകാശിനെടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അവള് പറഞ്ഞതൊക്കെ ശരിയാണോ? ആ ഏട്ടാ, എല്ലാം ശരിയാ. പ്രീതിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴേ വലിയ ആഗ്രഹമായിരുന്നു അമ്മയുടെ സമ്മതത്തോടു കൂടിയേ നമ്മൾ മുന്നോട്ട് ജീവിക്കൂ എന്ന്. അമ്മയുടെ സമ്മതമില്ലാതെ നമുക്കൊരു ജീവിതം വേണ്ട എന്ന് പ്രീതി അങ്ങനെ പറഞ്ഞു കാരണ. ഇത് കേട്ട് മനോരമയോട് ദേഷ്യത്തോടു കൂടി മോഹനം പറയുന്നുണ്ട്, നീ എന്താ മനോരമ ഇങ്ങനെ? നീ കാരണം നമ്മുടെ മോൻ്റെ ജീവിതം നശിക്കുന്നേ. ആകാശേ, നീ ഇത്രയും പഠിച്ചതല്ലേ, നിനക്ക് വിവരമില്ലേ? അമ്മയുടെ ഓരോരോ ആഗ്രഹത്തിന് നീ നിന്നാ നിന്റെ ജീവിതം ഇല്ലാതാവും. അതുകൊണ്ട് എത്രയും വേഗം എനിക്കൊരു പേരക്കുട്ടിയെ വേണം എന്നും പറഞ്ഞ് മോഹനൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതുപോലെ മുത്തശ്ശിയും പറയുന്നുണ്ട്, എന്താ മനോരമേ, ഇനിയെങ്കിലും അവരെ സ്വത്തായിട്ട് ജീവിക്കാൻ നീ വിട്. മനോരമയാണെങ്കിൽ ആകെ നാണം കെട്ട് തല കുനിച്ചായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. എന്തുകൊണ്ടാ അപ്പം നാടി നോക്കിയിട്ട് ഗർഭിണിയാണെന്ന് പറഞ്ഞേ എന്നുള്ള സംശയത്തിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ശ്രുതി അങ്ങ് പോവാണ്. പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ശ്രുതി വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ചിരിച്ചുകൊണ്ടായിരിക്കും മനോരമയുടെ മുൻപിൽ ശ്രുതി നിൽക്കുന്നത്. എന്താടി നിനക്കിപ്പോൾ സമാധാനമായല്ലോ എന്ന് മനോരമ ചോദിക്കുന്നു. അല്ല ആൻറ്റി, ആൻറ്റിയുടെ സംശയം ഇപ്പം എന്താണെന്ന് ഞാൻ പറയട്ടെ. നാടി നോക്കിയ സ്ത്രീ എന്തുകൊണ്ടാ അപ്പം ഗർഭിണിയാണെന്ന് പറഞ്ഞേ എന്നല്ലേ? അതെ, അത് തന്നെ എൻ്റെ സംശയം. അത് സംശയിക്കാനൊന്നുമില്ല എന്നും പറഞ്ഞ് നടന്നതെല്ലാം ശ്രുതി പറയുന്നുണ്ട്. മനോരമയുടെ പ്ലാനെല്ലാം ശ്രുതിക്ക് മുന്നേ അറിയായിരുന്നു. അതുകൊണ്ട് നാടി നോക്കാൻ വന്ന സ്ത്രീക്ക് ഒരു കോള് വന്ന് പുറത്തു വന്നിരുന്നു. ആ സമയത്ത് ശ്രുതി പോയി സംസാരിച്ച് ആ സ്ത്രീയുടെ കാല് പിടിക്കുകയാണ്. എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിൻ്റെ പ്രശ്നം, നിങ്ങളിങ്ങനെ ഒരു കള്ളത്തരം പറയണം എന്നും പറഞ്ഞ് കുറച്ച് പൈസ ശ്രുതി ആ സ്ത്രീയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീ ഒരു കള്ളം പറഞ്ഞതാണ്.
ഇത് കേൾക്കുന്നതും മനോരമ ആകെ ദേഷ്യത്തില് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നീയും നിന്റെ ചേച്ചിയൊക്കെ കൂടി എന്നെ പൊട്ടിയാക്കാണ് അല്ലേടി? ആര് പൊട്ടിയാക്കിയെന്നാ ആൻറ്റി പറയുന്നേ? ഞങ്ങളൊന്നും ആൻറ്റിയെ പൊട്ടിയാക്കുന്നില്ല. ആൻറ്റിയാ എല്ലാവരെയും പറ്റിക്കുന്നത്. എന്നാ മനോരമ ദേഷ്യത്തില് മനസ്സ് പറയുന്നുണ്ട്, നീയും നിന്റെ ചേച്ചിയും ഇവിടുന്നൊരു ഭ്രാന്തിയെ പോലെ ഓടിപ്പോവടി. അതെനിക്ക് കാണണം. അതുപോലെ തന്നെ ശ്രുതിയും മനസ്സ് ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും പേടിക്കുന്ന ഈ കാര്യം എത്രയും വേഗം നടക്കും. എൻ്റെ ചേച്ചിക്ക് എത്രയും വേഗം ഒരു കുഞ്ഞ് പിറക്കും എന്നായിരിക്കും ശ്രുതി ചിന്തിക്കുന്നത്. അങ്ങനെ മനോരമയ്ക്കിട്ട് നല്ലൊരു പണി തന്നെയാണ് ശ്രുതി കൊടുത്തത്. ശ്രുതി പോയതിനു ശേഷം മനോരമയുടെ അടുത്തോട്ട് ശ്യാം ചെല്ലുന്നുണ്ട്. എൻ്റെ ആൻറ്റി, ആൻറ്റി എന്തൊക്കെയാ ചെയ്യുന്നേ? ആൻറ്റിയോട് ഞാൻ പറഞ്ഞതല്ലേ, ഹോസ്പിറ്റലിലെ നേഴ്സിനോട് ചോദിച്ച് പ്രീതി ഗർഭിണിയാണോ അല്ലോ എന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞതല്ലേ? എടുത്ത് ചാടിയിട്ട് എന്തൊക്കെയാ ചെയ്ത്? ഇപ്പം എന്താ ഉണ്ടായത്? എല്ലാവർക്കും മനസ്സിലായി. ഇതിപ്പോ പ്രീതിയെയും ആകാശിനെയും കൂടുതൽ അടുപ്പിക്കുക നിങ്ങൾ ചെയ്തത് എന്നൊക്കെ മനോരമയോട് ശ്യാം വന്ന് പറയുന്നു.